ടെലിഗ്രാം ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ വീഴ്ച വരുത്തി. ഇതായിരുന്നു ടെലിഗ്രാം സിഇഒ ആയ പാവേൽ ഡ്യൂറോവിനെതിരായ കുറ്റം. ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പുറമെ നീറ്റ് UGC എക്സാമുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നു കേട്ടിരുന്നു. അതുകൂടാതെ തന്നെ ലൈംഗിക ചൂഷണം, ലഹരിമരുന്ന് കടത്ത് തുടങ്ങിയ ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. റഷ്യൻ സക്കർബർഗ് എന്നാണ് ഈ പാവേൽ ഡ്യൂറോവ് അറിയപ്പെടുന്നത് തന്നെ. അദ്ദേഹത്തിന് 40 വയസ്സാകാൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. ഈ ഒരു പ്രായത്തിനിടയ്ക്ക് ടെലഗ്രാം പോലൊരു $multi-billion ബിസിനസ് പടുത്തുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആഗോളതലത്തിൽ 100 കോടിയോളം ഉപയോക്താക്കൾ ടെലഗ്രാമിനുണ്ട്. 20-ാം വയസ്സിൽ റഷ്യൻ ഭാഷയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് അദ്ദേഹം ആദ്യമായിട്ട് സ്ഥാപിച്ചത്. പക്ഷേ പിന്നീട് റഷ്യൻ അധികൃതരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അത് വിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് സഹോദരനുമായി ചേർന്ന് ടെലഗ്രാം സ്ഥാപിക്കുന്നത്. വളരെ കുറച്ച് ജീവനക്കാരുള്ള, മാർക്കറ്റിങ്ങിന് വേണ്ടി ₹1 പോലും ചിലവഴിക്കാത്തൊരു പ്ലാറ്റ്ഫോം എന്നാണ് അദ്ദേഹം ടെലഗ്രാമിനെ കുറിച്ച് പറയുന്നത് തന്നെ. ഉപയോഗിക്കാനുള്ള സൗകര്യവും വേഗതയും മൂലം ഈ ആപ്പ് പെട്ടെന്ന് ജനപ്രീതി നേടിയിരുന്നു. പക്ഷേ അപ്പോഴും ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് പുറത്തായിരുന്നു ഈ ആപ്പിന്റെ പ്രവർത്തനം. നിരവധി രാജ്യങ്ങൾ പലതവണ മുന്നറിയിപ്പ് നൽകി, നടപടിയെടുക്കുന്നുള്ള സൂചന നൽകി, അതാത് രാജ്യങ്ങളെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് ശാസിച്ചു. പക്ഷെ അതൊന്നും ടെലഗ്രാമിന്റെ സിഇഒയും സഹസ്ഥാപകനുമായ പാവേൽ ഡ്യൂറോവ് ചെവിക്കൊണ്ടില്ല. എല്ലാം ഇങ്ങനെ തന്നെ മതിയെന്നുള്ള ധാർഷ്ട്യത്തില് ടെലഗ്രാമിലൂടെ നടക്കുന്ന നിരവധിയായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേരെ അദ്ദേഹം കണ്ണടച്ചു. ഭരണകൂടം അനുശാസിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്ന ശീലം പണ്ടേ പാവേലിനില്ല. 2013-ലാണ് പാവേൽ തന്റെ സഹോദരനോടൊത്ത് ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. VK എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ റഷ്യൻ ഗവൺമെന്റ് 2014-ൽ പാവേലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയും നാടുവിടുകയും ചെയ്തു. പിന്നീട് ദുബായിലും ഫ്രാൻസിലുമായിരുന്നു പാവേലിന്റെ താമസം. റഷ്യ-യുക്രൈൻ യുദ്ധം നടന്നിരുന്ന സമയത്ത് പോലും ഒരുപാട് പ്രകോപനപരമായ വീഡിയോകൾ ടെലഗ്രാമിലൂടെ പ്രചരിച്ചിരുന്നു. ഇതൊക്കെ നിയന്ത്രിക്കാൻ റഷ്യ അടക്കം പറഞ്ഞിട്ടും പാവേൽ അതൊന്നും കാര്യമാക്കിയില്ല. ടെലിഗ്രാം എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ക്രിമിനൽ സംഘങ്ങൾ വ്യാപകമായിട്ട് ദുരുപയോഗിക്കുന്നുണ്ടെന്നും അതിനൊരു കടിഞ്ഞാൻ വേണമെന്നും ഫ്രഞ്ച് അധികൃതരും ഒരുപാട് തവണയായിട്ട് പറഞ്ഞിട്ടും പാവേൽ അതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല. എന്തെങ്കിലും തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിരിക്കുന്നായിരുന്നു പാവേലിന്റെ ന്യായം. ടെലിഗ്രാം നിരോധിച്ചാൽ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെ അത് ബാധിക്കും. ഇതിന് പകരം ഏത് ആപ്പ് യൂസ് ചെയ്യും എന്നുള്ളൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്ന ബദൽ ആപ്പുകളുടെ ആവശ്യകതയും ഉയർന്നു വരുന്നുണ്ട്. $56 ലക്ഷം ജാമ്യത്തിലാണ് പാവേലിനെ കോടതി വിട്ടയച്ചത്. പക്ഷേ ഫ്രാൻസിന് പുറത്തു പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഈ അറസ്റ്റിനെ കുറിച്ചും കോടതി നടപടികളെക്കുറിച്ചും ഒന്നും ഇതുവരെ പ്രതികരിക്കാൻ പാവേൽ തയ്യാറായിട്ടില്ല. എന്തായാലും ആജ്ഞകൾ അനുസരിക്കാതെ സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കാനാണ് തനിക്കിഷ്ടമെന്ന് പറഞ്ഞ പാവേൽ തന്റെ നിലപാട് മാറ്റാൻ നിർബന്ധിതനായേക്കും.